ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ച് സത്താർ ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ മറ്റു ശിഷ്യന്മാരെ പോലെ ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല. എനിക്കറിയണത് തന്നെ മുഴുവനും കൂടി ഇവിടെ പറയാൻ സമയവുമില്ല. KC ഉസ്താദ് പ്രസംഗം തുടങ്ങിയോടത്തുനിന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് വഴിമാറിത്തരാൻ വേണ്ടി തൽക്കാലം നിർത്തിവെച്ച TT ഉസ്താദ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഈ നേരത്തെ വന്നോലും എന്നെ പ്രസംഗിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെ ആ ബദരിയത്തിൻ്റെ തഹ്മീസ് ഖസീദത്തുൻ നുഅ്മാനിയ്യയുടെ തഹ്മീസിൻ്റെ 4 വരി ഒരു ദിവസം ഞാനൊരു അറബിൻ്റെ മുമ്പിൽ ചൊല്ലി. ഞാൻ ആ അറബിൻ്റെ മുന്നിൽ ചൊല്ലിയ വരി ഏതാണെന്നറിയോ? വറദത്ത, അതല്ല, അതിൻ്റെ മുമ്പത്തെ വരി. യഅ്ഖൂബു ആദലഹു ബിനൂരിക ബസറുഹു, അങ്ങനല്ലേ? യഅ്ഖൂബു ആദലഹു ബിനൂരിക ബസറുഹു വകദാക യൂസുഫു ഹഫ്ഫഹു ബിക ഖൈറുഹു ദബ്ഹു ദബീഹി ഖദ് ഇൻതഫാ ബിക അംറുഹു വബികൽ ഖലീലു ദഅ ഫആദത് നാറുഹു ബർദൻ വഖദ് ഖമദത് ബിനൂരി സനാക. ഡോക്ടർ അബ്ദുൽ ഹക്കീം അനീസ് എന്ന് പറയുന്ന ആൾ സിറിയക്കാരനാണ്. പക്ഷേ അദ്ദേഹം ദുബൈ ഗവൺമെൻറ്റിൻ്റെ ഫത്വ ബോർഡിലെ വലിയ മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ വരികൾ ചൊല്ലിക്കൊടുക്കുന്നത് മൊറോക്കോയിലെ രാജാവിൻ്റെ ക്ഷണപ്രകാരം മൊറോക്കോ തലസ്ഥാനമായ റിബാത്തിൽ ദുറൂസുൽ ഹസനിയ്യ എന്ന് പറഞ്ഞിട്ട് രാജാവടക്കം വരുന്ന ദർസുണ്ട്. ദർസിൻ്റെ സ്ഥാനം അവിടെയും മനസ്സിലാവും. രാജാവ് വന്ന് നിലത്തിരിക്കും. അന്ന് ദർസെടുക്കണ ഉസ്താദ് ഉയരുള്ള ഒരു കസേരമലിരിക്കും. ആ നാട്ടിലെ സൈനിക കമാൻഡർ, മന്ത്രിമാർ എല്ലാവരും, പിന്നെ എല്ലാ വിദേശ രാജ്യങ്ങളുടെയും അംബാസിഡർമാർ, ഞങ്ങളെപ്പോലെ ക്ഷണിക്കപ്പെട്ട് ചെല്ലുന്ന അതിഥികൾ എല്ലാവരും താഴെയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മജ്‌ലിസിൽ എൻ്റെ തൊട്ടടുത്ത് അബ്ദുൽ ഹക്കീം അനീസ് എന്ന വലിയ പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ വരി ചൊല്ലിക്കൊടുത്തു. അപ്പം എന്നോട് ചോദിച്ചു, ഇത് ആരുടെ വരികളാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഒരു വലിയ ഷായിറുൻ അദീബ്, അദ്ദേഹം വലിയ ആലിമുമാണ്, അദ്ദേഹത്തിൻ്റെ വരികളാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ വേറെ 2 വരി ചൊല്ലി. അപ്പം എനിക്ക് അന്നേരം ഓർമ്മ വന്നത് ലമ്മൽ ഹയൻ വല്ലാഹി ബിബ്നതി മഅബദി കല്ലാ വലാ ബിഉനൈസത്തിൻ മിൻ ഖുർറദി ബൽ കുല്ലു നഫ്സി മൂലഉം ബിമുഹമ്മദി ബികലി ഖുലൈബുൻ മുഗ്റമുൻ യാ സയ്യിദി വഹശാശത്തും മഅ്ശൂവത്തും ബിഹവാക. ഇപ്പം ഇതേ പറഞ്ഞു ജിദ് ഇനിയും ചൊല്ലണം. എനിക്കാണെങ്കിൽ കിട്ടണമില്ല. എന്നാലും ഞാൻ ആ പുസ്തകത്തിൻ്റെ വർക്കത്ത് കൊണ്ടാണ്ട് ഓതി നോക്കാന്ന് വെച്ചു. فإذا قصدت ففيك قصدي كله وإذا فعلت ففيك فعلي كله وإذا تركت ففيك تركي كله وإذا سكت ففيك صمتي كله وإذا نطقت فمادحا علياك. ഇദ്ദേഹം ഉടനെ പിടിച്ചു വെച്ചു. സീദ് റച്ചോനെ എനിക്ക് പറക്കാൻ തുടങ്ങി. ഇനി കിട്ടൂല എന്ന് പറഞ്ഞാലും ബോസല്ലേ. ഞാൻ ഒന്നുകൂടി നല്ലോണം ശ്രമിക്കാൻ തുടങ്ങി. മസാല കുല്ലു മദാരികിലം യത്ലുബ അബദൻ സിവാ ഇദ്റാകി ഹുസ്നിക മത്ലബ ഫൈദാ ശമിംതു ഫമിൻ കരീഹൻ അത്യബ വൈദാ സമിഅതു ഫഅൻക ഖൗലൻ ത്വയ്യിബ വൈദാ നദർതു ഫമാ അറാ ഇല്ലാക. ഇദ്ദേഹം വിടുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയൂല. അല്ല, എന്നാ അവസാനത്തുനിന്ന് ചൊല്ലും. അപ്പം എനിക്ക് ഓർമ്മയുള്ള അടുത്ത വരികളോടി വല്ലാഹി ലൗ കതബൽ അനാമു ജമീഉഹും സിബിയാനുഹും വകുഹൂലുഹും വശുയൂഖുഹും വല്ലർദു കുല്ലു ദിബാഖിയാ ഖിർതാസുഹും
വല്ലാഹി ലൗ അന്നൽ ബിഹാറ മിദാദുഹും വൽഉശ്ബു വഖലാമുൻ ജുഇൽന ലിദാക വൽജിന്നു തുറൻ ശാറകൂഹും ളിഹ്റതൻ വതഹമ്മലു ഫീഹി അനം വളറൂറതൻ طول الزمان وما استراحوا مرة لم تقدر الثقلان تجمع نزرة أبدا وما استطاعوا له إدراكا. അതേ ആ സദസ്സിൽ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് കെട്ടിപ്പിടിച്ച് എനിക്ക് ആ മഹാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ആ മഹാന് കാണുന്ന അതേ സ്ഥാനത്ത് ഞാൻ നിങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. അവസാനത്തെ വരി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ അല്ല, ഇത് അവസാനത്തെ വരി ആവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യ റബ്ബേ. സുബ്ഹാന റബ്ബി ലം യസൽ മുതഫർരിദ ഹയ്യം വഖയ്യൂമൻ വബർറൻ മാജിദ അസ്ക സ്വലാത്തി മഅസ്സലാമി മുഅബ്ബദ സ്വല്ല അലൈക അല്ലാഹു യാ അലമൽ ഹുദാ മാഅന്ന മുഷ്താഖുൻ ഇലാ മസ്വാക വഅലാ ദിൽ ഖുർബാ വകുല്ലി മുഹിബ്ബിഹിം വമുജാഹിദി ബദരിൻ വഉഹദിൻ കുല്ലിഹിം വകദാക മൻ ഖദ് ബുശ്ശിറൂ ബിനജാഹിഹിം വഅലാ സ്വഹാബതികൽ കിറാമി ജമീഇഹിം വത്താബിഈന വകുല്ലി മൻ വാലാക. ബസ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക്? ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഖസീദ മുഴുവൻ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം ഇല്ല, ഞാൻ നാട്ടിൽ പോയിട്ട്. അങ്ങനെ ഞാൻ പണ്ട് ഈ ഖസീദ ചൊല്ലലുണ്ടായിരുന്നു. 1989 മർക്കസിൽ നിന്ന് സഖാഫിയായി ബിരുദം കിട്ടുന്നതിൻ്റെ മുമ്പേ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സയ്യിദ് മദനി സ്ഥാപനത്തിലാണ് ഞാൻ ആദ്യം. അപ്പോൾ സുബഹിസ്കരിച്ച ഒഴിവുള്ളെന്ന് അതിൻ്റെ ഒരു പഴയ നുസ്ഖ ഉണ്ട്. ആ പഴയ നുസ്ഖ നോക്കി ചെല്ലലുണ്ട്. ആ ഒരു നുസ്ഖ എവിടെ ഉണ്ടാകും എന്നുള്ള ഓർമ്മയിൽ ഏതായാലും മർക്കസ് വന്ന് മുഴുവൻ പരിശോധിച്ച് അവസാനം ഒരു കിതാബിൻ്റെ ഉള്ളിൽ ഇത് ചുരുട്ടം മടങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് എടുത്തിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇപ്പം അടുത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ പഴയ നുസ്ഖ അല്ലാത്ത പുതിയതുണ്ടോ? അപ്പോൾ പിന്നെ നമ്മളെ മറ്റേ ആ മൊബൈലിലുള്ളൊരു ആപ്പില്ലേ, അദ്കാറിൻ്റെ അതിലാണ് തോന്നും അതിൻ്റെ നല്ല PDF. അപ്പം അത് അദ്ദേഹത്തിന് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഞങ്ങളെ കേരളക്കാരായ ഉലമാക്കൾ ചെയ്ത അനവധി മൗലിദുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ രചന അറബികൾ ഇതാരുടേതാണ് എന്ന് മനസ്സിലാക്കാതെ ബാപ്പു ഉസ്താദിൻ്റെ രചനകൾ കണ്ടാൽ അവർക്കൊരു ചെറിയ സംശയം പോലും തോന്നൂല ഇതൊരു അജമിയുടേതാണ് എന്ന് ആരും പറയില്ല. ഇതൊരു അറബി, ഒറിജിനൽ അറബിയുടേതാണ് എന്ന് മാത്രമേ പറയുള്ളൂ. ബഹുമാനപ്പെട്ടവർക്ക് അള്ള കൊടുത്ത വലിയൊരു കഴിവായിരുന്നു. ദർസിനെ സംബന്ധിച്ച് നമ്മൾ പണ്ടൊക്കെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവറാം മുസ്ലിയാരോട് റിസാലൻ്റെ നിസ്ബത്തു സിത്തീനിയാണ് തോന്നുന്നു. നിസ്ബത്തു സിത്തീനി തിരിച്ചും മറിച്ചും നോക്കിയിട്ടൊന്നും അവറാം മുസ്ലിയാർക്ക് മനസ്സിലാണില്ല. അപ്പം അതിനെപ്പറ്റി ഉണ്ടാക്കിയ വരിയാന്ന് പറയണേക്കാം. എന്തായിരുന്നു ഇപ്പം അത്? ലമ്മാ തഫക്കറ ഫി സിത്തീനി അവറാനു അസാബ ഫി റസിഹി ഇദാക ദവറാനു. ഞാൻ കേട്ടത് കരയാണ്. അസാബ ഫി റസി അസാബ ഹാമത്തഹൂന്ന് സത്താർ ഉസ്താദ് തിരുത്തി തരും. പക്ഷെ ഞാനാരോ പറഞ്ഞു കേട്ടതാണ്. അസാബ ഫി റസിഹി ഇദാക ദവറാനു. വല്ലാത്ത കഴിവ് തന്നെയായിരുന്നു. അല്ലാഹു തആല മഹാനവർകളെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഈ ദർസ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. നമ്മുടെ സുന്നത്തിയമായത്തിന് വലിയ ഒരു ശക്തിയാകുന്ന രീതിയിൽ നമ്മുടെ ദർസുകളൊക്കെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ.